ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്നത്തെ പുതിയ റെസിപ്പി മോരുകറിയാണ് ഉണ്ടാക്കുന്നത്. പപ്പായ കൊണ്ട് അതിന് പറിച്ച് കൊണ്ടുവച്ചതാണ്. ഇപ്പോൾ പറിച്ച് കൊണ്ടുവന്നതാണ്. കുറച്ച് പച്ചമുളകും കൂടെ പറിച്ചു. പിന്നെ മോര്, ഇത് ഇവിടെ ഉണ്ടാക്കുന്നതാണ്. മോര് പശുമ്പാൽ വാങ്ങിയിട്ട് മോരുണ്ടാക്കുന്നതാണ്. ഇതുകൊണ്ടാണ് മോരുകറി ഉണ്ടാക്കുന്നത്. ഇത് കുടിക്കാൻ വെക്കുന്ന കൂജയിലുള്ള വെള്ളമാണ്. അതാണ് എപ്പോഴും ഈ കൂജ ഇവിടെ തന്നെ ഉണ്ടാവും. പപ്പായ മുറിച്ച് കഴിഞ്ഞു. ഇത് ഞാനിനി കുക്കറിലാണ് വേവിക്കുന്നത്. കുക്കറിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ തന്നെ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ. മഞ്ഞൾപ്പൊടി കുറച്ച് കൂടിക്കോട്ടെ, കുഴപ്പമില്ല. 1 ടീസ്പൂൺ തന്നെ ഉപ്പുപൊടി. പിന്നെ പാകത്തിന് ഇട്ടാൽ മതി. ഓരോരുത്തർക്ക് എത്ര വേണ്ട വെച്ചാൽ അത്രയും ഇടുക. ഒരു 4-5 പച്ചമുളകും കൂടെ ചീന്തിട്ടാൽ നല്ല രുചിയാണ്. പച്ചമുളക് ചീന്തിടുന്ന സമയത്ത് ചുവന്ന മുളക് പൊടി കുറച്ചിട്ടണം. അത് എരിവുള്ളതാണ്. ഇങ്ങനത്തത് ഇടുകയാണെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ആദ്യം വേവിക്കുക. ഇത് ഞാനിതാ പച്ചക്കറീൻ്റെ ചുവട്ടിൽ കൊണ്ടുവയ്ക്കും. എന്ത് പച്ചക്കറി മുറിക്കുകയാണെങ്കിലും അതിൻ്റെ തോടുകളെല്ലാം കൂടെ പച്ചക്കറീൻ്റെ മെറ്റ് കൊണ്ടിട്ടിട്ട് കുറച്ച് മണ്ണും കൂടെ ഇട്ടാൽ നന്നായിട്ടുണ്ടാവും. വേറെ വളമൊന്നും വേണ്ട. പിന്നെ നമ്മൾ ഈ കരിയില ചണ്ടികളൊക്കെ ഉണ്ടാവില്ലേ, ഇലകൾ, അതും ഇടുക. നന്നായിട്ടുണ്ടാവും. ഞാനങ്ങനെ ചെയ്യുക. പ്രത്യേകിച്ച് വളമൊന്നും ചെയ്യുന്നില്ല. കുറച്ച് മണ്ണും കൂടി ആകുമ്പോൾ നന്നായിട്ട് ഉണ്ടായി കിട്ടും. പപ്പായ നല്ലോണം വെന്ത് കഴിഞ്ഞു. അതിലേക്ക് 1 കപ്പ് മോര്, തേങ്ങ, ജീരകം അരച്ചത്, 1 ടീസ്പൂൺ ജീരകം അരച്ചത്, രണ്ടും കൂടെ അരച്ചതാണ്. ഒന്ന് അടുപ്പത്ത് വെച്ചിട്ട് ഒന്ന് തിളപ്പിച്ചാൽ മതി. കണ്ടമാനം നേരം തിളപ്പിക്കരുത്. ഒരു 2 മിനിറ്റ് തിളച്ചാൽ മതി. കറി നല്ലോണം തിളച്ച് വന്നു. അതിലേക്ക് വേണ്ട വറവാണ് 1/4 ടീസ്പൂൺ ഉലുവ, 1/4 ടീസ്പൂൺ കടുക്, 2-3 വറ്റൽമുളക്, കുറച്ച് കറിവേപ്പില. അത് ഉലുവ ആദ്യം ഒന്ന് പൊട്ടണം കേട്ടോ, എന്നിട്ടേ കടുക് ഇടാൻ പാടുള്ളൂ. ഒക്കെ ഓരോന്ന് അതിനനുസരിച്ച് പൊട്ടുന്നതിനനുസരിച്ചും ആവുന്നതിനനുസരിച്ചും ഒന്നിച്ചിടരുത്. ഇതിപ്പോൾ ഞാനൊക്കെ റെഡിയാക്കി കൊണ്ടുവന്നതാണ്. ഒഴിച്ച് കറി റെഡിയായി. കുറച്ച് പുളി കുറഞ്ഞ മോരാകുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. പുളി കണ്ടമാനാവുന്ന സമയത്ത് നമുക്ക് വല്ലാതെ ഒരു ഇതുണ്ടാവും. ചോറിന് കൂട്ടിയിട്ട് കഴിക്കാൻ. ഇത് ചോറിന് കൂട്ടി കഴിച്ചാൽ വേറെ ഒന്നും വേണ്ട. പപ്പായ കറി റെഡിയായി. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കിയിട്ട് ഉച്ചയൂണിന് ഈ മോരുകറി ആവട്ടെ ഇന്നത്തെ കറി. താങ്ക് യു.